എന്തോരൊച്ച കേട്ടത്? മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. ഐശ്വര്യ, സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത്? ഒന്ന് കുനിഞ്ഞു. ഏതോ ഒരു അജ്ഞാത ശക്തി. ഇന്നൊന്നും ഓർമ്മയില്ലടോ. കൊല്ലം KSRTC ഡിപ്പോയിൽ വെച്ച് നടന്ന പ്രിയദർശിനി ബസ് പദ്ധതി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. എന്താ സംഭവം? അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഇന്നും കിട്ടിയില്ലേ? വിശദാംശങ്ങൾ PB രതീഷ് നൽകും. രതീഷ്, മന്ത്രി ഓക്കെ ആണോ? വിവരങ്ങൾ പറയൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമ. ഒന്നും തോന്നരുത്. ഒന്ന് പോടാ അറിയണം. സോറി. മുതലാളി തള്ളി തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതിങ്ങനെയൊക്കെ അവസാനിക്കുന്നു. ഈ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ചൂട് പായസമാണ് തലയിലേക്ക് വീണത്. മുഖത്തേക്ക് വീണിരുന്നെങ്കിൽ ഒരുപക്ഷെ പൊള്ളലേൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുമായിരുന്നു. ഈ പ്രിയദർശിനി യാത്രാ സൗജന്യം, സ്ത്രീകൾക്കുള്ള യാത്രാ സൗജന്യം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്തത് മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. KSRTC ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടായിരുന്നു ആ ഉദ്ഘാടനം നിർവഹിച്ചത്. ഞാനൊരു പാവല്ലേ, എന്നെ കൊണ്ട് അതിനല്ലേ പറ്റൂ. ഇതിനോടുള്ള സന്തോഷ പ്രകടനമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പായസ വിതരണം നടത്തിയിരുന്നു. ഈ പായസമാണ് ബസ്സിനകത്തേക്കും ആ വിതരണം കൊണ്ടുവന്നു. അപ്പോൾ ആ പായസമാണ് ഇവരുടെ തലയിലേക്ക് വീണത്. അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നതാ. വളരെ ചൂടുള്ള പായസമായിരുന്നു. ഈ ചൂട് പായസം വീണ ഉടനെ തന്നെ ബിന്ദു കൃഷ്ണ സീറ്റിൽ നിന്ന് ചാടിയണീറ്റു. തൊട്ടടുത്തുണ്ടായിരുന്ന നൌഷാദ് യൂനുസ് അടക്കമുള്ളവർ തലയിൽ നിന്ന് ഈ പായസം തട്ടി മാറ്റുകയും ചെയ്തു. ഞാൻ പോയി റെസ്റ്റ് എടുത്തോട്ടെ. പിന്നീട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ യാത്ര തുടരുകയാണ് ചെയ്തത്. കുറച്ച് അമ്പലപ്പുഴ പാൽപ്പായസം ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ